ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ 3 അവസ്ഥകൾ മാത്രമാണ്. അല്ലാതെ ഇത് മറ്റൊന്നുമല്ല. മനസ്സുള്ളവനാണോ മനുഷ്യൻ? വേദങ്ങളും ദേവസങ്കല്പങ്ങളും എല്ലാം പ്രകാശിക്കുന്നത് എവിടെയാണ്? മനസ്സിൽ മാത്രമാണ്. മനസ്സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. ആ മനസ്സിൻ്റെ 3 അവസ്ഥകൾ മാത്രമാണ് ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. മനസ്സ് ആത്മാവും ശരീരവുമായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ. ഇനി സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയോ? ക്രിയാശക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ലാത്ത, ക്രിയാശക്തിയില്ലാത്ത ആത്മാവും മനസ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രമാണ് സ്വപ്നത്തിന് കാരണം. നമ്മളും സ്വപ്നം കാണുന്നു, ശരീരം അറിയാതെ, അല്ലേ? ശബ്ദമില്ലാത്ത ദൃശ്യമാണ്. ആത്മാവ് മനസ്സിനെ കാണിച്ചു കൊടുക്കുന്ന ദൃശ്യമാണ്, അല്ലേ? വീഡിയോയാണ് സ്വപ്നം. അതിന് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇനി സുഷുപ്തി എന്ന് പറഞ്ഞാലോ അതിലും രസമാണ്. മടിയനായിട്ടുള്ള മനസ്സ് ആത്മാവുമായിട്ടും ശരീരവുമായിട്ട്, ജ്ഞാനശക്തിയുമായിട്ടും ക്രിയാശക്തിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കിടന്ന് ഉറങ്ങുന്ന, ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് കിടന്നുറങ്ങുന്ന ഗാഢനിദ്രയുടെ സമയമാണ് സുഷുപ്തി എന്ന് പറയുന്നത്.